വർഗീയ എന്താണ് വർഗീയ പരാമർശം നടത്തിയത്? വർഗീയ പരാമർശം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വർഗീയ പരാമർശം എന്ന് പറഞ്ഞാൽ അത് വേറൊരു മതവിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ പറയണം. അത് വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരായി പറയണം. അതാണ്. ഒരു മിനിറ്റ്, നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ. തെരഞ്ഞെടുപ്പിൽ മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നവരാണല്ലോ മതേതരത്വത്തിൻ്റെ കുപ്പായിട്ടിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടക്കൽ ചെയർപേഴ്സണായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ വനിത പറഞ്ഞത് ഇന്ന് പത്രമാധ്യമങ്ങളിലുണ്ട്. ഞാൻ പറഞ്ഞതിന് എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ എനിക്ക് ഉത്തരം പറയാൻ സമയം തന്നാലേ ഞാൻ പറയുള്ളൂ. ജസ്റ്റ് വെയിറ്റ്. ന്യൂനപക്ഷത്തിൻ്റെ സ്വത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞത് ഞങ്ങളുടെ മതമാണെന്നാണ്. ഷാജി പറഞ്ഞത് മതമാണ് മുഖമുദ്ര. മതം മാത്രമാണ് മുഖമുദ്ര. അടുത്ത 10 വർഷം കഴിഞ്ഞ 10 വർഷം ഞങ്ങളുടെ സമുദായത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ആർക്കും പരാതിയില്ലല്ലോ. അത് വർഗീയ പരാമർശമല്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കുകയോ എനിക്കെതിരായിട്ട് നിങ്ങൾ വാർത്ത കൊടുക്കുകയോ ഞാൻ വർഗീയത പറഞ്ഞു എന്നോ നിങ്ങൾക്ക് പറയും, എന്ത് വേണം ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നു, എന്തുകൊണ്ട് 50 വർഷമായിട്ട് 1980 ശേഷം 50 വർഷമായിട്ട് എന്തുകൊണ്ട് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷവും വലതുപക്ഷവും നിർത്തുന്നില്ല? ഇവിടെ എന്തുകൊണ്ട് നിർത്തുന്നില്ല? ഇതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ബൽറാമിനെ നാട് കടത്തി. ബേബി ജോൺ മാഷ്ക്ക് ഇവിടെ കൊടുത്തിട്ടില്ല. വത്സരാജിനെ കൊടുക്കുന്നില്ല. ഗീതാഗോപിക്ക് കൊടുക്കുന്നില്ല. കൃഷ്ണദാസിന് കൊടുക്കുന്നില്ല. ഇത് ഈ നാട്ടിലെ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഞാൻ ഉന്നയിക്കും സാർ. തെരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമല ചോദിക്കുന്നില്ലേ? കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ശബരിമലയെക്കുറിച്ച് പറയുന്നില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ശബരിമല അയ്യപ്പനെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് തെരുവിൽ വോട്ട് ചോദിച്ചത്. ഞാനാണ് ആ കാര്യം ഉയർത്തിക്കൊണ്ടുവന്നത്. ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെ ആരിഫ് നിഷേധിക്കാൻ പറ്റുമോ? ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ കരുണാകരൻ. അദ്ദേഹം തൃശ്ശൂരിൽ ഒരു കളക്ടറെ വെക്കണം എന്നൊന്നും നിങ്ങൾ പത്രക്കാർ ഇവിടെ ഇല്ല. നിങ്ങളില്ല, ഞങ്ങളൊക്കെ ഉണ്ട് ഈ നാട്ടിൽ. ഇവിടുത്തെ പഴയ പത്രക്കാരോട് ചോദിക്കുക. ഈ ഗുരുവായൂർ എല്ലാ മാസവും 1-ാം തീയതി തൊഴാൻ വരുന്ന കരുണാകരൻ തൃശ്ശൂർ കളക്ടറെ വെച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു ഹിന്ദു കളക്ടറെ വെക്കണം. അതെങ്ങനെ പറഞ്ഞത്? വർഗീയ പരാമർശം മുഖ്യമന്ത്രിയുടെ. കെ കരുണാകരൻ ചോദിച്ചു നോക്ക് നിങ്ങൾ. ഞാൻ പറഞ്ഞതിൽ നിഷേധിക്കണമെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും പത്രക്കാരോട് ചോദിക്കുക. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന സമയത്ത് ഞാനുണ്ട് അവിടെ. ഞാൻ വേറൊരു കാര്യത്തിൽ അദ്ദേഹത്തെ കാണാൻ പോയതാണ്. അദ്ദേഹം പറഞ്ഞു ഹിന്ദു കളക്ടർ വേണം. മുഖ്യമന്ത്രി പറയുന്നത് ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥി മാത്രമാണ്. കെ കരുണാകരൻ പറഞ്ഞത് എന്നാൽ കെ കരുണാകരനോട് ഇത് വർഗീയതയാണ് നിങ്ങൾ പറയാൻ പാടില്ല എന്ന് പറയുന്നില്ലേ മുഖ്യമന്ത്രിയോട്? അപ്പോൾ ചോദിച്ചൊരു പത്രക്കാരൻ, എന്താ സാർ അങ്ങനെ പറയുന്നത്? ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്നതാ, ഇരിഞ്ഞാലക്കുട ക്ഷേത്രം നിലനിൽക്കുന്നതാ, കൊടുങ്ങല്ലൂർ ക്ഷേത്രം നിലനിൽക്കുന്നതാ, ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ 1-ാം മാസവും ഞാൻ തൊഴാൻ വരുന്നതാ. അതുകൊണ്ട് ഇവിടെ ഒരു ഹിന്ദു കളക്ടറെ പറ്റൂ പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. ബി ഗോപാലകൃഷ്ണൻ ഈ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. ഇവിടെ എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഉണ്ടായില്ല? എന്തുകൊണ്ടൊരു ഹിന്ദു സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മതം നോക്കിയിട്ടാണെന്നുള്ളത് മലപ്പുറത്ത് പോയി ചോദിക്കണം. എന്നോടല്ല ചോദിക്കണ്ടേ. എന്തേ മലപ്പുറത്ത് ഹിന്ദുക്കളില്ലേ? എന്താ ഒരു ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ. അത് പോയി മലപ്പുറത്ത് ചോദിക്കുക. സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മതം നോക്കിയിട്ടാണെന്ന്. അവിടെ ഹിന്ദുക്കളില്ലേ? എന്തേ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തത്? ഞാനിപ്പോഴും പറയുന്നേ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാം, ഗോപാലകൃഷ്ണൻ പറയാൻ പാടില്ല. എന്തേ ഇവിടുന്ന് ബൽറാമിനെ തൃത്താലേക്ക് വിടുന്നത്? ഒരു 50% ഹിന്ദുക്കൾ കൂടിയുള്ള മുസ്ലിങ്ങൾ കൂടിയുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഏത് നിലയിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത്? അതിപ്പോ താങ്കൾ മതമല്ലേ ചോദിച്ചേ? താങ്കളിപ്പോ എന്നോട് ചോദിച്ച മതമല്ലേ? അത് താങ്കൾ എന്തുകൊണ്ടാ താങ്കളെ പോലുള്ള ആളുകളുടെ ഉള്ളിലുള്ള ആ ചോദ്യം ഞാൻ തിരിച്ചു പറയുന്നു. 50% ഹിന്ദു ഉള്ള സ്ഥലമാണ്.